ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗവതം പഠിക്കുന്ന നിങ്ങളൊക്കെ ഈ ശ്ലോകം അറിഞ്ഞിരിക്കണം. നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തു വന്നാലും അതിനെ വളരെ ഈസി ആയിട്ട് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ വേണം? പറയൂ നിങ്ങൾ. ഇതല്ലേ ഭാഗവതം തരുന്ന ഒരു വലിയ അത്ഭുതം. നാളെ നിങ്ങൾക്ക് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃതാർത്ഥനായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് പ്രശ്നങ്ങളെയും എനിക്ക് നിസ്സാരമായി കാണാനുള്ള ഒരു ശക്തി ഗുരുവായൂരപ്പൻ എനിക്ക് തന്നു കഴിഞ്ഞു. കാരണം ഇനി എന്നെ തളർത്താൻ വിധിക്കുപോലും സാധിക്കില്ല എന്ന്. ഇനി ആ കഥയെ കൊണ്ടുപോകുന്നു. നോക്കും നിങ്ങൾ. പരീക്ഷത്ത് മഹാരാജാവ് അവിടെ നിന്ന് പോന്നു. അങ്ങനെ പോകുന്നു. ഇതിനെന്താ പരിഹാരം എന്ന് അദ്ദേഹത്തിനും അറിയില്ല. അങ്ങനെ ഇരിക്കും. ഒരിക്കൽ അദ്ദേഹം മൃഗയാ വിനോദത്തിന് വേണ്ടി കാട്ടിൽ പോകുന്നു. ദാഹിച്ചു വലയുന്ന രാജാവ് കുടിക്കാൻ വെള്ളം അന്വേഷിക്കുന്നു. അരുവികളൊക്കെ ഉണ്ടാവുന്ന കരുതിയത്, പക്ഷെ അരുവിയൊന്നും കണ്ടില്ല. ദാഹിച്ച് തൊണ്ട വരടുമ്പോഴാണ് ഒരു പർണശാല ആശ്രമം കാണുന്നത്. രാജാവിന് ഉറപ്പായിരുന്നു അവിടെ വെള്ളം എന്തായാലും കിട്ടും. ഒരു കൂജയിലൊക്കെ വെള്ളം ഉണ്ടാവുക എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം പർണശാലയിലേക്ക് പോയി. അവിടെ ഒരു മുനി ധ്യാനനിരതനായി അതിൽ നിമഗ്നനായിട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തെത്തി അദ്ദേഹത്തിനോട് വിനയാന്വിതനായിട്ട് ചോദിക്കേണ്ട, പരീക്ഷത്ത് മഹാരാജാവ് ദാഹിച്ചു വന്നിരിക്കുകയാണ്, കുടിക്കാൻ അല്പം വെള്ളം വേണം. പക്ഷെ ആ മുനി ധ്യാനത്തിൽ അത്രയും ലയിച്ചു കിടക്കുന്നുണ്ട്, മുനി അങ്ങനെ മുഴുകിക്കിടക്കുന്നുണ്ട്. പരീക്ഷത്ത് മഹാരാജാവ് ചോദിച്ചതൊന്നും കേട്ടില്ല. ഇന്നത്തെ കുട്ടികളെ പോലെയാണ് മുനിയുടെ കാര്യം. ഇന്നത്തെ കുട്ടികളോട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാൽ അറിയില്ല. അത്ര അവരതിൽ മുഴുകിയിരിക്കുമ്പോൾ പറഞ്ഞതൊന്നും അവർ കേൾക്കില്ല. പല വീട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഊണ് കഴിക്കാൻ വിളിച്ചാലും വരില്ല. കാരണം അത്ര അവര് ധ്യാനനിരതനായി മുഴുകി കിടക്കുകയാണ്. പല വീട്ടിലുള്ള രംഗങ്ങളാണ്. മുനിയാണെങ്കിലോ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്, അറിഞ്ഞതയില്ല. പരീക്ഷത്ത് മഹാരാജാവിന്റെ സ്വഭാവം മാറി, കലി അങ്ങോട്ട് കയറാൻ തുടങ്ങി. അദ്ദേഹം കുറച്ചൊരു ദേഷ്യത്തില് ക്രോധത്തില് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭാരത ചക്രവർത്തി പരീക്ഷത്ത് മഹാരാജാവ് ദാഹിച്ചു വരുന്നിരിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ഒരു കൽപ്പന പോലെ വന്നു. എന്ത് കൽപ്പിച്ചിട്ടും കാര്യമില്ല. മുനി ധ്യാനത്തിൽ അത്രയും അലിഞ്ഞു കിടക്കുകയാണ്. കേട്ടില്ല. രാജാവിന്റെ മനസ്സിൽ പെട്ടെന്ന് ഭാവം മാറി. എന്നെ അവഗണിക്കാൻ വേണ്ടി, എന്നെ അല്പമൊന്ന് ഒരു താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഈ മുനി കൽപ്പിച്ചു കൂട്ടി ചെയ്തതാണോ എന്നൊരു ശങ്ക ആർക്ക് വന്നു? പരീക്ഷത്തിന്. മുനി ചെയ്യുന്ന തപസ്സിൽ ഒരു സംശയം തോന്നി. എന്നെ ഒന്ന് താഴ്ത്താനാണോ എന്നുള്ള ഭാവമുണ്ടോ എന്ന് കരുതി. എങ്കിൽ നീ ഒരു ശവം പോലിരിക്കെ. അവിടെ ചത്ത് കിടക്കുന്ന ഒരു പാമ്പിന്റെ ജഡം തോണ്ടിക്കൊണ്ടുവന്ന് ആ മുനിയുടെ കഴുത്തിലേക്കിട്ട് പരീക്ഷത്ത് മഹാരാജാവ് ഒരു വലിയ അപരാധം ചെയ്യുകയാണ്. ഇതുവരെ ജീവിതത്തിൽ സംഭവിക്കാത്തൊരു തെറ്റ് കയ്യിൽ നിന്ന് സംഭവിച്ചു. അദ്ദേഹത്തിന് അപ്പം തന്നെ തോന്നി ഈ ചെയ്യുന്നത് അത്ര ശരിയല്ലാന്ന്. പക്ഷേ കാര്യം കൈവിട്ടുപോയി. ദൂരെ കളിച്ചുകൊണ്ടിരുന്ന മുനിയുടെ കുമാരൻ പുത്രൻ ശൃംഗി ഈ കാഴ്ച കണ്ട് നെഞ്ചു പടഞ്ഞു. ഇത്ര ധർമ്മജ്ഞനായ, നീതിമാനായ, സത്യസന്ധനായ എൻ്റെ അച്ഛനോട് ഇങ്ങനെ ഒരു പണി ചെയ്തല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതി അച്ഛനോട് കാണിച്ച അധർമ്മത്തിന് പരീക്ഷത്തിനെ നോക്കിക്കൊണ്ട് ശപിച്ചു കളഞ്ഞു. ഏതൊരു പാമ്പിന്റെ ജഡമാണോ അച്ഛൻ്റെ കഴുത്തിലിട്ട് അപമാനിച്ചത്, പാമ്പുകളിൽ വെച്ച് ഏറ്റവും വിഷമുള്ള തക്ഷകനാൽ സപ്തമേ 7ാമത്തെ ദിവസം മൃത്യുഭവതി, നിനക്ക് മരണം സംഭവിക്കട്ടെ. പരീക്ഷത്ത് മഹാരാജാവിന്റെ ആയുസ് 7 ദിവസത്തിലേക്ക് ചുരുക്കി. പരീക്ഷത്ത് മഹാരാജാവിനെ ഈ വിവരം അറിയിക്കാൻ അതിനു മുമ്പ് അച്ഛൻ്റെ കഴുത്തിൽ നിന്ന് പാമ്പിനെ കെടുത്ത് മാറ്റുമ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തിനാ ഉണ്ണിയാ മഹാരാജാവിനെ ശപിച്ചത്? ഭാരത ചക്രവർത്തിയെ, ഇത്രയും വലിയ ശ്രേഷ്ഠനായ ധർമ്മജ്ഞനായ ഒരു മഹാരാജാവിനെ നീ ശപിച്ചു. നീ തെറ്റല്ലേ ചെയ്തത്? രാജാവിനെ അറിയിക്കൂ. അങ്ങനെ രാജാവിനെ ഈ വിവരം അറിയിക്കുകയാണ്. ഇന്നത്തെ രാജാക്കന്മാരെ വല്ലതും അറിയിച്ച തല പോലും ഉണ്ടാവില്ല. അന്നത്തെ രാജാക്കന്മാരെ അറിയിച്ചപ്പോൾ
ആ രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം മഹാന്മാരോട് ചോദിക്കുകയാണ്, ഇതിനെന്താണ് ഒരു പ്രതിവിധി, പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അവർ പറഞ്ഞു കൊടുത്ത വഴി എന്താണെന്നറിയോ? രാജ്യഭരണം ആദ്യം ഉപേക്ഷിക്കൂ. പരീക്ഷത്തിന് ഈ ഒരു കാരണം കൊണ്ട് ചില മന്ത്രിമാരൊക്കെ രാജിവെക്കാന്ന് കേൾക്കാറില്ലേ? എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെടുന്ന സമയത്ത് പരീക്ഷത്ത് മഹാരാജാവിന് രാജ്യഭരണം വിടാൻ പറയുകയാണ്. തൻ്റെ പുത്രനായ ജനമേജയന് രാജ്യഭരണം ഏൽപ്പിച്ച് എന്താണ് അടുത്ത വഴി? പ്രായോപവേശം, ഗംഗയുടെ തീരത്തേക്ക് പോവാൻ. അപ്പൊ ഗംഗയുടെ തീരത്ത് പ്രായോപവേശം, എനിക്കത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു പിടികിട്ടിയത് കാര്യമല്ല ഈ പ്രായോപവേശം. പക്ഷെ 2022 ആചാര്യൻ പ്രായോപവേശം ചെയ്തു. ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് ഇത്, പ്രായോപവേശം. അതായത് മരിക്കാറായി എന്ന് കാണുമ്പോൾ സന്യാസി വര്യന്മാര് അവരെന്ത് വെച്ചാൽ ഗംഗയുടെ ഹരിദ്വാർ ഋഷികേശ് ഭാഗങ്ങളിലെ പല സ്ഥലത്തും അവര് ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് അവരുടെ ഈ അരക്കെട്ടില് വലിയൊരു മുണ്ടങ്ങോട്ട് വലിച്ചു കെട്ടി അവരാ ഗംഗയിലേക്ക് ഇറങ്ങും. ഇറങ്ങിയിട്ട് എന്ത് ചോദിച്ചാൽ ഗംഗയിൽ നിന്ന് വലിയ കല്ലുകൾ പെറുക്കി മടിയിൽ ആ മുണ്ടിലേക്ക് ഇടും. വെള്ളത്തിലായതുകൊണ്ട് പൊക്കാൻ പ്രയാസമില്ല. എന്നിട്ട് തങ്ങളുടെ അരക്കെട്ടിൽ അങ്ങോട്ട് വലിച്ചു കെട്ടി, അതിന് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവർക്ക്, നല്ല പ്ലാറ്റ്ഫോം പോലുള്ള സ്ഥലങ്ങൾ, അവിടേക്ക് അങ്ങോട്ട് ചമ്രം പടിഞ്ഞൊരൊറ്റിരിപ്പാണ്. ശരീരം പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, പിന്നെ ശരീരം ഒരിക്കലും പൊങ്ങില്ല. ഇങ്ങനെ മനസ്സിൽ നിറവ് വന്ന് പൂർണ്ണത വന്ന് നാമത്തിൽ അത്രയും മുഴുകി, ഇനി ശരീരം കൊണ്ട് എനിക്കൊരു കാര്യവുമില്ല, അങ്ങനെ ബോധ്യപ്പെട്ട് ആർക്കും ഒരു ഭാരമാവണ്ട എന്ന് കരുതി ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഏത്? പ്രായോപവേശം. അപ്പൊ പരീക്ഷത്തിനോട് പറയുന്നത് 7 ദിവസം ഗംഗയുടെ തീരത്തിരിക്കണം. അവിടെ ഇരുന്ന് തക്ഷകൻ വരുന്നതിന് മുമ്പ് ശരീരം ഉപേക്ഷിച്ചോളാം. പരീക്ഷത്തിന്റെ മനസ്സ് പിടഞ്ഞു. പോയല്ലേ പറ്റുള്ളൂ, മഹാന്മാര് പറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഹരിദ്വാറിൽ പർണശാലയൊക്കെ പണിതു. രാജാവാണ്, അദ്ദേഹം പർണശാലയിൽ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രായോപവേശം കാണാൻ വേണ്ടി ഭാരതത്തിലെ അനവധി, ഇപ്പോഴത്തെ ഒരു കുംഭമേള പോലെ അതിൻ്റെ ഒരു ചെറിയ കുംഭമേളയായിരുന്നു. പല ആചാര്യന്മാരും വന്നിട്ടുണ്ട്. വേദവ്യാസ മഹർഷി പോലും അവിടെ എത്തിച്ചേർന്നു എന്നാണ്. മഹാന്മാരൊക്കെ എത്തിച്ചേർന്നു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഭാരതത്തിൽ അത്ര ഗംഭീരനായ ചക്രവർത്തിയായിരുന്നു ആര്? പരീക്ഷിത്ത് മഹാരാജാവ്. എല്ലാവർക്കും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ പരീക്ഷത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളത്. പരീക്ഷിത്ത് മഹാരാജാവ് വളരെ സത്യസന്ധനുമായിരുന്നു. അദ്ദേഹം തൻ്റെ അടുത്ത് നിൽക്കുന്ന ആചാര്യന്മാരോട് അവർക്കൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നാമജപമാണ്. പക്ഷെ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു സത്യം തുറന്നു പറഞ്ഞു. നിങ്ങൾ ഈ നാമൊക്കെ ചൊല്ലാൻ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം, ഞാൻ ചെയ്ത തെറ്റ്, അതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് ഞാൻ ചെയ്തു? കലി എങ്ങനെ എന്നെ സ്വാധീനിച്ചു? ഞാൻ എങ്ങനെ എൻ്റെ ഇതെല്ലാം ഈ കാര്യങ്ങൾ കൈവിട്ടുപോയി? ഈ ഒരു കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ഈ ഒരു തെറ്റ് ചെയ്തതും, ഇനി ഭയം, മനസ്സ് വളരെ ഒരു അസ്വസ്ഥതയിലാണ്. ഞാൻ എത്ര നാമം ചൊല്ലിയിട്ടും മനസ്സിനെ അടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആർക്കും അതിന് തക്കതായ ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അങ്ങോട്ട് കടന്നു വരുന്നു വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി. ആ ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടതും എല്ലാവരും എണീറ്റ് നിന്നു. അന്നത്തെ ഏറ്റവും പരമയോഗ്യനായ ഗുരുവര്യനായിരുന്നു വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി. പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ നിന്ന് എണീറ്റു. തനിക്ക് കിട്ടിയിരിക്കുന്ന ആ വലിയ ഇരിപ്പിടം അവിടെ നിന്ന് എണീറ്റ് അവിടെ ശ്രീശുക ബ്രഹ്മർഷി ഇരുത്തിക്കൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ശ്രീമദ് ഭാഗവതം. അതാണ് 19-ാമത് അധ്യായത്തിലെ
37 ശ്ലോകം. ഭാഗവതത്തിലെ ഈ ശ്ലോകത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഭാഗവതം പരീക്ഷത്തിന് ശീർഷക ബ്രഹ്മർഷി ഉപദേശിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആവണം. ഏത് ക്വസ്റ്റ്യനാണ് പരീക്ഷത്ത് ചോദിച്ചതെന്ന്. പലപ്പോഴും നമ്മൾ ഈ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മളതിനെ കഥാരൂപത്തിൽ കേൾക്കുകയാണ്. കൃഷ്ണന്റെ കഥകൾ നമുക്കറിയാം ഭാഗവതത്തിലുണ്ടെന്ന്. നമുക്കൊക്കെ ഒരു ആവറേജ് ഭാഗവതത്തെക്കുറിച്ചുള്ള അറിവ് ഭഗവാന്റെ അവതാര കഥകളാണ് ഭാഗവതം. അങ്ങനെയാണല്ലേ പൊതുവെ? ആണോ? പറയൂ. ഭാഗവതം കേൾക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ അവതാര കഥകളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു റിയൽ, അതിൻ്റെ ഒരു എസൻസ്, അതിൻ്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഏറ്റവും നമ്മൾ പറയില്ലേ, അതിൻ്റെ ടച്ചിങ് പോയിന്റ്, അണ്ടർലൈൻ പോയിന്റ്, ആ മെയിൻ പോയിന്റ് നമുക്ക് മിസ്സായി പോകും. അതേതാണ്? ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അല്ലെങ്കിൽ പരീക്ഷത്ത് നേരിടുന്ന പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഭാഗവതം. അപ്പൊ ആദ്യം എന്താണ് പരീക്ഷത്തിന്റെ പ്രശ്നം? പരീക്ഷത്തിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? അതാണ് ഇവിടെ 37 ശ്ലോകത്തില് പരീക്ഷത്ത് അവതരിപ്പിക്കണം. അതുകൊണ്ട് ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗവതം പഠിക്കുന്ന നിങ്ങളൊക്കെ ഈ ശ്ലോകം അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ചോദ്യം ചോദിക്കുന്നതിലാണ് ഭാഗവതം ഉപദേശിച്ചെങ്കിൽ ആ ഭാഗവതത്തിന്റെ ലക്ഷ്യം പരീക്ഷത്തിന്റെ ചോദ്യത്തിനുള്ളൊരു വ്യക്തമായ ഉത്തരം പറഞ്ഞു കൊടുക്കലാണ്. വെറും അവതാരകഥകൾ പറയലായിരുന്നില്ല. ഇറ്റ് ഈസ് എൻ ആൻസർ ഫോർ ദ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റൈസ്ഡ് ബൈ പരീക്ഷത്ത്. അത് മറക്കരുത് നമ്മൾ. എന്തായിരുന്നു ചോദ്യം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹയത് കാര്യം മ്രിയമാണസ്യ സർവഥാ. സർവഥാ, എപ്പോഴും മ്രിയമാണസ്യ, എപ്പോഴും ആരും മരിക്കില്ല. അപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർക്കണം. മരണം ഒരിക്കലേ വരുള്ളൂ. എപ്പോഴും മരിക്കാറില്ല ആൾക്കാർ, ആണോ? അപ്പൊ എന്താണ് നമ്മൾ അർത്ഥമെടുക്കേണ്ടത്? മരണതുല്യമായ പ്രശ്നങ്ങളിലൂടെ. മരണതുല്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏകാന്തത, അതുപോലെ തന്നെ മനസ്സ് നേരിടുന്ന ചില വിഷമങ്ങൾ, എവിടേക്കോ ചില കുറ്റങ്ങളോ കുറവുകളോ വേദനകളോ പോരായ്മകളോ ശൂന്യതകളോ ഒക്കെയാണ് മരണതുല്യമായ അനുഭവങ്ങൾ. ഈ മരണതുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സ്, അതാണ് മ്രിയമാണസ്യ സർവത. എന്താണ് ഈ വാക്ക്? എപ്പോഴും ഓർക്കണം, മ്രിയമാണസ്യ സർവത. മ്രിയം എപ്പോഴും മരണതുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സിന്. ഇന്ന് അതിൻ്റെ റിലവൻസ് ഞാൻ പറയാണ്. കാരണം ഇന്ന് ലോൺലിനെസ്സിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്, ഉണ്ടോ? ഡിപ്രഷനിൽ പോകുന്നവരുണ്ട്, ഉണ്ടോ? പല പല പ്രശ്നങ്ങൾ കാരണം, ഉണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ് കാരണം പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഉണ്ടോ? ഫിനാൻഷ്യലായിട്ട് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഉണ്ടോ? മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടോ? ഇല്ലയോ? വിവാഹം നടക്കാത്ത ആളുകൾ, നടന്നിട്ട് ശരിയാവാത്തവര്, ആണോ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, മക്കളില്ലാതെ ദുഃഖിക്കുന്നവര്, മക്കളായിട്ട് ദുഃഖിക്കുന്നവര്, ഏത് തരവും ഇന്ന് ലോകത്തില് മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു, ഡോക്ടർ പറഞ്ഞിട്ട്, നിങ്ങൾ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്ന ആളാണ്, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് ലാബ് റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം അന്തല്ലാതെ നോക്കുക. മ്രിയമാണസ്യ സർവത. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഏതോ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഹാർട്ട് ബീറ്റ് ഒരൊറ്റ പോക്കാണ്. എന്തോ കുഴപ്പം പറ്റിയല്ലോ. എന്നിട്ട് നിങ്ങളെ നോക്കിയിട്ട് ഡോക്ടർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം, റിപ്പോർട്ട് മാറിപ്പോയി. ഇത് നിങ്ങളുടെ റിപ്പോർട്ടല്ല, വേറെ ആരുടെ റിപ്പോർട്ടാണ്. എന്തൊരു സുഖാണത് കേൾക്കുമ്പോൾ. അപ്പൊ നമ്മൾ നോക്കൂ, ഒരു ചെറിയൊരു ലാബ് റിപ്പോർട്ട് മതി നമ്മുടെ ബിപിയും ടെൻഷനും കൂട്ടാൻ. അത്രയും വേണ്ട കാര്യം. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഇത്രയും വേണ്ടു. അപ്പോ
മ്രിയമാണസ്യ സർവഥ. യത്കാര്യം, അങ്ങനെ മനസ്സൊരു അൺകൺട്രോളബിൾ, ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തയിലൂടെ, വിഷമത്തിലൂടെ, വേദനയിലൂടെ, ദുഃഖത്തിലൂടെ, ഭയത്തിലൂടെ കടന്നു പോകുമ്പോൾ യത്കാര്യം, ആ മനസ്സിനെ മറികടക്കാൻ, ആ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്താണ് ഒരു വഴി? ഇതാണ് പരീക്ഷത്ത് ചോദിച്ചത്. പരീക്ഷത്തിന്റെ ചോദ്യം, ഏത് വഴിക്കാണ് മനസ്സിനെ എനിക്കൊന്ന് അടക്കുവാനോ മറികടക്കുവാനോ സാധിക്കുക? എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ മറികടക്കാൻ, അതിനെ അതിവർത്തിക്കാൻ എന്താണ് ഒരു വഴി? ഇതാണ് പരീക്ഷത്തിന്റെ ചോദ്യം. നോക്കൂ, നിങ്ങൾ എത്ര ഗംഭീരാണ് ഇത്. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ആവശ്യമുണ്ടോ? തന്നെ അസ്വസ്ഥമാക്കുന്ന, അത് പല രീതിയിൽ ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന മനസ്സിനെ മറികടക്കാൻ എന്താണൊരു വഴി എന്നാണ് ചുരുക്കി മലയാളത്തിൽ പറഞ്ഞാൽ. ഈ ചോദ്യം പരീക്ഷത്തിന്റെ മാത്രമാണോ? പരീക്ഷത്തിന്റെ മാത്രമാണോ? എല്ലാവർക്കും ബാധകമാണോ? ഉറക്കെ പറയൂ, ആണോ? അതുകൊണ്ടാണ് 2025 ഭാഗവതത്തിന് റിലവൻസ് ഉള്ളത്. സച്ച് എ സൈക്കോളജിക്കൽ സ്പിരിച്വൽ ടെക്സ്റ്റ് ആണത്. ഹ്യൂമൻ മൈൻഡ് കടന്നു പോകുന്ന പലതരത്തിലുള്ള ഡിപ്രഷൻസും ഫ്രസ്ട്രേഷൻസും മെന്റലായിട്ടുള്ള അജിറ്റേഷൻസും ഒക്കെ കണ്ടുകൊണ്ട് വ്യാസഭഗവാൻ പറയാണ്, ഇതിനെയൊക്കെ മറികടക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ കേവലം അവതാര കഥകൾ പറഞ്ഞ് സുഖിപ്പിക്കുകയല്ല നമ്മളെ. 7 ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. കേൾപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുക. ശ്രവണത്തിലൂടെ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യിക്കുക. ശ്രവണത്തിലൂടെ നമ്മുടെ മനസ്സിനെ കുറെ കൂടി യോഗ്യതയുള്ളതാക്കുക. കഥ കേട്ട് പോവാനല്ല, ഒരു പ്രതീക്ഷ വെച്ച് തരാനല്ല. ഇവിടെ നമ്മളെ പരിശീലിപ്പിക്കാൻ, ട്രെയിൻ ചെയ്യാണ്, നമ്മുടെ മനസ്സിനെ ഗൈഡ് ചെയ്യാണ്. നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു? ഇത് വേണ്ടതാണോ? ഇപ്പൊ നമ്മളൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്, ആണോ? ഇപ്പൊ ഈ ഭാഗവതമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തു വന്നാലും അതിനെ വളരെ ഈസി ആയിട്ട്, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ വേണം? പറയൂ നിങ്ങൾ. ഇതല്ലേ ഭാഗവതം തരുന്ന ഒരു വലിയ അത്ഭുതം. പരീക്ഷത്ത് ഈ ചോദ്യമാണ് ആരോട് ചോദിച്ചത്? ക്ഷീശക ബ്രഹ്മർഷിയോട്. അപ്പൊ കഥ പറഞ്ഞു തരൂ എന്നല്ല പറഞ്ഞത്. എനിക്ക് എൻ്റെ മനസ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ എന്താണ് കാര്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ, എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരൂ എന്നും പോലും അല്ല പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. അപ്പൊ എനിക്ക് അതിനുള്ള എന്ത് പറഞ്ഞു തന്നാൽ മതി? വഴി പറഞ്ഞു തന്നാൽ മതി. അപ്പൊ ഭാഗവതം ഒരു മാർഗദീപമാണ്, ഭാഗവതം ഒരു വെളിച്ചമാണ്, ഭാഗവതം ഒരു വഴികാട്ടിയാണ്, ഭാഗവതം ഒരു എൻലൈറ്റനിങ് ടെക്സ്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരുന്ന ഒരു കൃതിയാണ്. മനസ്സിലാവുണ്ടല്ലോ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്ത് പറ്റിച്ചാൽ, ഈ ഭാഗവതം കൈകാര്യം ചെയ്ത ആചാര്യന്മാരെല്ലാം, ഞാൻ ആരെയും കുറ്റം പറയില്ല, ഇതിനെ ഒരു സൈക്കോളജിക്കലി നമുക്ക് പരിചയപ്പെടുത്തി തരാൻ സാധിച്ചിട്ടില്ല. അവരതിൻ്റെ കഥകൾ മാത്രം നമുക്ക് പറഞ്ഞു തന്ന് നമ്മൾ അതിനെ കഥാപുസ്തകമായി കണ്ടു. ഇത് നമ്മുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫിന് വേണ്ടുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് പറഞ്ഞു തരുന്നത്. ഇത് നാളെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ സ്വാമി വിവേകാനന്ദജിയൊക്കെ പറയും, നിങ്ങളിത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടില്ലേ വലിയ തിരമാലകളൊക്കെ കടൽ തീരത്ത് പോയി കണ്ടിട്ടുണ്ടോ? പാറപ്പുറങ്ങളിൽ വന്ന് തിരമാലകൾ അവിടെയൊക്കെ അടിച്ചങ്ങോട്ട് തിരിച്ചു പോകും. ആ പാറകൾക്കൊന്നും സംഭവിക്കാത്ത പോലെ, അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാലം കുലുങ്ങിയാലും
കേളൻ കുലുങ്ങരുതെന്ന് പറഞ്ഞ പോലെ, ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപി എന്ന് പറഞ്ഞ പോലെ ആ തരത്തിലുള്ള ഒരു മെന്റൽ സ്ട്രെങ്തിലേക്ക് നമ്മളെ പടിപടിയായി ഉയർത്തുകയാണ്. ഭാഗവതം കേട്ടാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നിങ്ങൾക്ക് പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃതാർത്ഥനായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് പ്രശ്നങ്ങളെയും എനിക്ക് നിസ്സാരമായി കാണാനുള്ള ഒരു ശക്തി ഗുരുവായൂരപ്പൻ എനിക്ക് തന്നു കഴിഞ്ഞു. കാരണം ഞാൻ എന്നെ ആരോട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്? ആ ഭഗവാനോട് അങ്ങോട്ട് ചേർത്ത് കെട്ടിയത് കൊണ്ട് ഇനി എന്നെ തളർത്താൻ വിധിക്കുപോലും സാധിക്കില്ല എന്ന്. ആ ഒരു കരുത്ത് നമ്മുടെ മനസ്സിൽ നേടിയെടുക്കാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമാണ് ജീവിതം. നോക്കൂ നിങ്ങൾ, അല്ലേ? തോന്നുന്നില്ലേ നിങ്ങൾക്ക്? വേണോ വേണ്ടയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഥയായിട്ട് നിങ്ങൾ കേൾക്കരുത്. നിങ്ങളിതിൻ്റെ ജീവിതത്തിലുള്ള ഒരു സന്ദേശമായിട്ട് ഇതിനെ എടുക്കണം. ഇപ്രകാരം ഭാഗവതത്തില് ഇത് പറഞ്ഞപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് തൊഴുതുകൊണ്ട് പറയുകയാണ്, ഹോ രാജൻ ലോകത്തിന് മുഴുവൻ ഹിതം ചെയ്യുന്ന ഒരു ചോദ്യമാണ് അങ്ങ് ചെയ്തത്. ലോകത്തിന് മുഴുവൻ ലോകഹിതം നൃപ എന്നാണ് ഈ ചോദ്യം. അങ്ങയ്ക്ക് മാത്രമല്ല, വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് വേദവ്യാസ മഹർഷി ഇതിനെ എഴുതി വെച്ചത്. കാരണം ഇത് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരണം. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഒരു അമൂല്യ സമ്പത്തുണ്ട്. ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറയുന്നത് വേദാന്തം കലക്കി കുടിച്ച ആളാണ്. അദ്ദേഹത്തിന് അറിയാത്ത ശാസ്ത്രങ്ങളില്ല. പക്ഷെ ആ പരീക്ഷത്ത് മഹാരാജാവിന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവൻധ്വാപരാധോ പിതൃദ്വൈപായനാദഹം. എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഭാഗവതത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്നാണ്. ഇപ്പം എന്തിനാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷിത്ത് മഹാരാജാവ് നേരിടുന്ന പ്രശ്നത്തെ മറികടക്കാൻ അദ്ദേഹത്തിന് മനോബലമുണ്ടാവാൻ. അപ്പൊ പരീക്ഷത്തിനോട് പറയാണ്, മനസ്സെങ്ങനെയൊക്കെ തയ്യാറാക്കണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് 2-ാം സ്കന്ധത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഭഗവാൻ എങ്ങനെ ഉപാസിക്കണം. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദ്യം ചോദിക്കുകയാണ്, ഈ ഭാഗവതം എന്താണ് ശരിക്കും? ഭാഗവതം എന്ന് പറയുന്നത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമാണ് 2-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഭാഗവതത്തിന്റെ ഒറിജിനൽ എവിടുന്നാണ് ഈ ഭാഗവതം രൂപപ്പെട്ടതെന്ന് അപ്പൊ ഒരു കഥ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. പണ്ട് ബ്രഹ്മാവ്, അദ്ദേഹം അങ്ങനെ ഭഗവാന്റെ പൊക്കളിൽ വന്ന താമരയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശരിക്കും ഞാൻ എവിടുന്നാ വന്നത് എന്ന്. അങ്ങനെ ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രനായ നാരദൻ വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛന് വിഷമം വരരുത്, അച്ഛന് ബുദ്ധിമുട്ട് തോന്നരുത്, അച്ഛൻ എവിടുന്നാ വന്നത് എന്നും. ഇന്നാണെങ്കിൽ അച്ഛൻ 2 കൊടുത്തിട്ടുണ്ടാവും. അച്ഛൻ കയറിയിരിക്കുന്നുള്ള ഈ താമരയുടെ മുകളില് എങ്ങനെയാണ് എവിടുന്നാ വന്നത് എന്ന്. അപ്പം ബ്രഹ്മാവ്, എനിക്ക് തോന്നണോ സത്യം പറഞ്ഞ മലയാളി ആവില്ല. മലയാളി ആയിരുന്നു 2 കൊടുത്തിട്ടുണ്ടാവും. ഒരുത്തം കണ്ടവൻ ചോദിക്കാൻ കണ്ടൊരു ചോദ്യം എന്ന്, ഞാൻ എവിടുന്ന് വന്നു, നീ എന്തിനാ നോക്കണം, നിന്റെ കാര്യം നോക്കിയാ പറയുന്നു. എന്നാ ബ്രഹ്മാവ് ആ ചോദ്യത്തെ ആത്മാർത്ഥമായിട്ടെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഈ താമരയിലാണല്ലോ ഇപ്പം ഞാൻ ഇരിക്കുന്നത്, എന്നാൽ താമരയുടെ ഉള്ളിൽ കൂടി ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ബ്രഹ്മാവ് താമരയുടെ ഉള്ളിലൂടെ ഇറങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴാണ് അത്ര ഈ താമര തണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഓട്ടകൾ കാണാം. നിങ്ങൾ താമര വളയ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ പാലക്കാട് പോകണം. പാലക്കാട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താമര വളയ കൊണ്ടാട്ടം ഉണ്ടാക്കുക. അപ്പൊ ഈ 4 ഓട്ടം എന്താ വെച്ചാൽ ബ്രഹ്മാവിന് 4 തല ഇറങ്ങിപ്പോയതാണ് അത്രയും. കാരണം ഒരു തലയിലല്ലേ ഇറങ്ങി പോകേണ്ടത്, 4 തലയാണ്. അപ്പൊ ബ്രഹ്മാവ് അങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഉള്ളുന്നൊരു അശരീരി കേട്ടു എന്നാണ്. എന്താ അശരീരി? ഉള്ളെന്ന് പറയുകയാണ്,
വഴി ബ്ലോക്കാണ്, പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ പറ്റില്ലേ? പറയണ പറ്റും. എന്ത് വേണം? ദ്യൗവക്ഷരം നാമ ഗിരീരിത്, 2 അക്ഷരം കിട്ടുന്നതാണ്. 16:21 കേൾക്കണം. അപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലും മാത്സ് ടീച്ചർമാരുണ്ടോ? ഈ 16:21 ആയിട്ട് ആരാ വന്നിരിക്കുന്നത്? ബ്രഹ്മാവാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഭാഷയിൽ 16:21 എന്ന അക്ഷരങ്ങൾ രണ്ട് ഭാഷയിലുള്ള 2 അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതാണ് ത പ ത പ ത പ. ശരിക്കും പറഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? തപസ് വേണം. അങ്ങനെ ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്തു. ജപിച്ച് അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, അസത്യത്തിൻ്റെ മുഖം തുറന്നു കിട്ടി. ഭഗവാന്റെ ദർശനം കിട്ടുകയാണ്. അവിടുന്ന് ബ്രഹ്മാവിന് വെളിപ്പെട്ട് കിട്ടിയതാണ്, റിവീൽഡായിട്ട് കിട്ടിയതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തെ വിളിക്കുന്ന പേരാണ് ചതുശ്ലോകി ഭാഗവതം. ശരിക്കും ഭാഗവതം എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ചതുശ്ലോകി ഭാഗവതമാണ്. ഇതൊന്നും പൊതുവെ ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല. എല്ലാവരും ഒരു പിടപടച്ച് പോകും. ഭാഗവതത്തിൻ്റെ ഈ വായിക്കുന്ന ഭാഗവത്തെ മൂലഭാഗവതം എന്നാ പൊതുവെ പറയാം. അതിനും ഒരു മൂലഭാഗവതമാണ് ഏത്? ചതുശ്ലോകി ഭാഗവതം. ഈ ഭാഗവതം ബ്രഹ്മാവിനായി ഭഗവാനിൽ നിന്നും വെളിപ്പെട്ടു. ബ്രഹ്മാവ് അതിനെ നാരദർക്ക് പറഞ്ഞു കൊടുത്തു. നാരദരതിനെ വ്യാസർക്ക് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു, ത്വം വിപുലീകുരു എന്ന് പറഞ്ഞാൽ ഈ 4 ഒന്ന് നല്ലോണം എന്ത് ചെയ്യണം? ഇത് നമുക്ക് മനസ്സിലാവും. പാല് മേടിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും എന്താണ് ഈ വിപുലീകുരു. അതിപ്പോൾ നമ്മൾ ആരും മോശക്കാരല്ല. വീട്ടിലിപ്പം പെട്ടെന്നൊരു 10 അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വിപുലീകരണം ചെയ്ത് എങ്ങനെയെങ്കിലും നാണക്കേടില്ലാത്ത വിധത്തിൽ ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് ചില അമ്മമാർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. എന്ത് മിണ്ടണില്ല പലരും? ഏതിനുള്ളൊരു കഴിവുണ്ട്? വിപുലീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? പെട്ടെന്ന് കുറച്ച് ആളുകൾ കയറി വന്നാൽ പെട്ടെന്ന് ഒരു പ്രശ്നമില്ല, അവർ വന്നോട്ടെ, ഒക്കെ റെഡിയാക്കാന്ന്. അതെങ്ങനെയാ റെഡിയാക്കുന്നത്? ഇതന്നെ ഭാഗവതം. ചതുശ്ലോകി ഭാഗവതത്തെ വിപുലീകരിച്ചു. അപ്പോ 4 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിന്റെ ശരിക്കും മൂലഭാഗവതം. അതൊന്നും നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തില് 2-ാം സ്കന്ധത്തില് 9-ാം അധ്യായത്തിലെ 32, 33, 34, 35 ഇതൊന്നും ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നവരൊക്കെയാണെങ്കിൽ നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മ വരും. ഈ 4 ശ്ലോകങ്ങളെ വിപുലീകരിച്ചിട്ടാണ് 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം വ്യാസഭഗവാൻ തയ്യാറാക്കിയതെന്ന്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് വീടുകളിലൊക്കെ ഈ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചില കൂൾ ഡ്രിങ്ക്സിൻ്റെ എസൻസ് ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴന്നതൊക്കെ പോയി അല്ലേ? പഴയ കാലത്ത് കണ്ടില്ലേ, നിങ്ങൾ വീടുകളിലൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ എസൻസിൽ കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അങ്ങനെ നമ്മൾ വിപുലീകരിച്ച് കൊടുക്കുന്ന പോലെ ഈ 4 ഡ്രോപ്പ് ഡ്രിങ്ക്സിൽ ബാക്കിയെല്ലാം കുറേ വെള്ളമൊക്കെ ഒഴിച്ച് 18,000 ശ്ലോകങ്ങളാക്കി വ്യാസഭഗവാൻ തന്നിരിക്കുന്നതാണ്. ഏത്? നമുക്ക് വ്യാസഭഗവാൻ എന്ന പ്രതിഭയെ നമസ്കരിക്കണം. കാരണം ഈ 4 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എസൻസിനെ, അതിൻ്റെ സത്തൊരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അതിൻ്റെ തത്വവും കഥയും ചേർത്ത് കോർത്ത് ഇതിനെ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതായത് ഒരു സിനിമയ്ക്ക് ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റോറിയുടെ ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് വിപുലീകരിച്ച് അതിനെ പല സീനുകളാക്കി അല്ലേ, പലതാക്കിയിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രധാന ത്രെഡ് ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും. ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് പിന്നീട് ആ കഥ മുഴുവൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗുരുവായൂർ കേശവൻ
ആ കേശവന്റെ ഭക്തിയാണ് പിന്നീട് ഒരു സിനിമയായിട്ട് അങ്ങനെ മാറുന്നത്. ബാക്കി കുറെ അങ്ങോട്ട് ഉണ്ടാക്കിയും കുറെയൊക്കെ അങ്ങോട്ട് ഒരു പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് അല്ലേ ഒരു ആലങ്കാരികമായിട്ടൊക്കെ അങ്ങോട്ട് പറയും. എന്ന് പറഞ്ഞ പോലെ ഈ 4 ശ്ലോകങ്ങളെ വ്യാസഭഗവാൻ അതിൻ്റെ തത്വം, അതിൻ്റെ എസൻസ് ഒട്ടും നഷ്ടപ്പെടാത്ത വിധത്തിൽ കഥയിലൂടെയും സാരങ്ങളിലൂടെയും അദ്ദേഹം ഒന്നുകൂടി സമ്പുഷ്ടമാക്കി. അത്രയും അതിൻ്റെ ആ ഒരു 4 ശ്ലോകങ്ങളുടെ തേജസ്, ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ആര് ചെയ്തത്. അതുകൊണ്ട് ഈ ചേർത്തതുണ്ടല്ലോ, അതൊരു കൂട്ടിച്ചേർത്ത ഒരു, നമ്മൾ പറയില്ലേ എന്താണ്, അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ, എന്ത്, ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും, അങ്ങനെയുള്ളതല്ല ഇത്. ഏച്ചു കൂട്ടിയതല്ല എന്നർത്ഥം. ഇതൊന്നുകൂടിയും അതിനെ ഒന്നുകൂടിയും സമ്പന്നമാക്കി. അപ്പൊ ആ സമ്പന്നമാക്കിയ ആ 4 ശ്ലോകങ്ങള് നമുക്കൊന്ന് വായിക്കാം. 2-ാം സ്കന്ധത്തില് ഏതൊക്കെയാണ്? 32, 33, 34, 35. അത് എല്ലാവരും ഒന്ന് വായിക്കുക. അഹമേവ സമേവാഗ്രേ നാന്യത്യ സതസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേത സ്വസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായം യഥാ ഭാസോ യഥാ തമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവധിഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷന തേഷഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവഥാ. എന്താ പറയുന്നത്? ഈ 4 ശ്ലോകങ്ങൾ. അഹമേവ അഗ്രേ ആസീത്. ഭഗവാൻ പറയുന്നു, ഞാൻ മാത്രമാണ് മുമ്പുണ്ടായിരുന്നത്. അഗ്രേ, അഗ്രേ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ. പിന്നീട് പശ്ചാത്, അതിനുശേഷം സത്ത് അസത്തൊക്കെ ഉണ്ടായി. ഇനി ഇതെല്ലാം പോയി കഴിഞ്ഞാലും അവശിഷ്യതയോ അവശിഷ്യതേ തതും അഹമേവ അസ്മി, ഞാൻ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അപ്പൊ ഞാനാണ് മുമ്പുണ്ടായിരുന്നത്, എന്നിൽ നിന്നാണ് സത്തും അസത്വം ഉണ്ടായിരിക്കുന്നത്, എല്ലാം എത്തിച്ചേരുന്നതും എന്നിലാണ്. ഇത് ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറില്ല. പക്ഷെ ഈ ഒരു സത്യത്തിലേക്കാണ് ശാസ്ത്രലോകം പടിപടിയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത്, സയൻസ് പഠിപ്പിക്കുന്നത്, ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ചലനാത്മകമായ പ്രപഞ്ചമാണ്. പ്രപഞ്ചം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഇത് ചലിക്കുക മാത്രമല്ല, ചലിച്ചു വികസിക്കുകയും വികസിച്ചുകൊണ്ട് വീണ്ടും ചുരുങ്ങുകയും ചെയ്ത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് അത് പോവുകയും ചെയ്യുന്ന ഒരു പരിണാമ പ്രക്രിയ. ചലനവുമുണ്ട്, വികാസ സങ്കോചങ്ങളുടെ ഒരു പരിണാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് പഠിക്കാൻ നിങ്ങൾ പുറത്തേക്ക് നോക്കണ്ട, സ്വന്തം ശരീരത്തിൽ സംഭവിക്കുന്നത് നോക്കിയാൽ മതി. ഒരു ഏജ് വരെ നമ്മൾ അങ്ങനെ വികസിച്ചു, അത് കഴിഞ്ഞാൽ മാംസപേശികളൊക്കെ ചുരുങ്ങി. ഇത് തന്നെയാണ് മരത്തിനും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് മൃഗത്തിനും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് നക്ഷത്രങ്ങൾക്കും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് ഭൂമിക്കും സംഭവിക്കുന്നത്. അതായത് എല്ലാറ്റിനും ഒരു വികാസവുമുണ്ട്, എല്ലാറ്റിനും ഒരു, ഈ വികാസ സങ്കോചങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇന്നും സയൻസിന് പറയാൻ പറ്റിയില്ല. സയൻസിന് ഇപ്പോഴും കൃത്യമുത്തരം തരാൻ പറ്റിയില്ല. ഒന്ന്, ഇതൊരു നിയമത്തെ അനുസരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. തോന്നിയതുപോലെയല്ല, അതിനൊരു താളമുണ്ട്, അതിനൊരു ക്രമചലനമുണ്ട്. ഒരു ക്രമത്തിൽ അത് വികസിച്ചു ചലനം അതിൻ്റെ വേഗതയിൽ പോകുന്നത് കൊണ്ട്, അത്യധികം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഈ രൂപങ്ങളൊക്കെ കൂടി നിന്ന് അതിൽ ക്രമപ്രകാരമുള്ള വികാസവും ക്രമപ്രകാരമുള്ളൊരു
സങ്കോചവും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചലനത്തിൽ ഒരു നിയന്ത്രണം വെക്കാനും അതിലൊരു നിയമം വെക്കാനും അതിലൊരു നിയന്ത്രണം വെക്കാനും പ്രകൃതിക്ക് സ്വയം സാധ്യമല്ല. ഈ പ്രകൃതിക്ക് ഇതൊക്കെ സാധ്യമാക്കണമെങ്കിൽ പ്രകൃതിക്ക് ഈ ഒരു ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു ശക്തി അതിനുണ്ടാവണമെങ്കിൽ അതിന് പിന്നിലൊരു ശക്തി വേണം. വണ്ടി ഓടിക്കുന്ന ഒരാൾ വണ്ടിയെ നിയന്ത്രിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്ത് അതിനെ സ്പീഡ് കൺട്രോൾ ചെയ്ത് എത്തിക്കുന്നിടത്ത് എത്തിക്കുന്ന പോലെ നമ്മുടെയൊക്കെ ശരീരം അങ്ങനെ വളർന്നു വരികയല്ല. ഇതൊരു നിയമത്തെ, നിങ്ങളുടെ ഹാർട്ട് ഒരു നിയമത്തെ അനുസരിക്കുന്നുണ്ട്. നമ്മുടെ സിസ്റ്റം എവിടെയാണ് ഈ നിയമം? ആരാണ് ഈ നിയമം? ഇത് പറയുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഗീതയിൽ പറയുന്നത്, ആ നിയമം തന്നെയാണ് ഞാനെന്ന ഒരു നിരീക്ഷകൻ, ഞാനെന്ന് പറയുന്നൊരു ഇൻ്റലിജൻസ്. എന്നിപ്പം സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു വാക്കിലേക്ക് എത്തി. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, പ്രപഞ്ച നിയമം, പ്രപഞ്ച താളം, പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിൻ്റെ കൈകളിലാണ്. ഒരു നിരീക്ഷകനിലാണ് നിരീക്ഷണം ഇരിക്കുന്നത്. നിരീക്ഷകനില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആർക്കും നിരീക്ഷിക്കാൻ സാധ്യമല്ല. നോക്കൂ, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഐൻസ്റ്റീനിയൻ സയൻസ് നിരീക്ഷണത്തിൻ്റെ ശാസ്ത്രമാണ്. ഭാരതത്തിൻ്റെ സയൻസ് നിരീക്ഷകന്റെ ശാസ്ത്രമാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് പഠിക്കണം. അതിനാണ് എഴുത്തച്ഛൻ്റെ വരികളൊക്കെ ഓർത്തു വയ്ക്കേണ്ടത്. അർക്കന്നലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന ആ ഒരു പൊരുളിലേക്കാണ് ഇപ്പൊ സയൻസ് എത്തുന്നത്. സയൻസിന് മനസ്സിലായി, നിരീക്ഷകനില്ലാതെ നിരീക്ഷണം സാധ്യം. എങ്ങനെ സാധിക്കുക? ഈ നിരീക്ഷകൻ ബോധമാണ്. ആ ബോധത്തിൻ്റെ സ്വാധീനം നിരീക്ഷണത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുണ്ടല്ലോ, മനസ്സിൻ്റെ ചിന്തകളിൽ നമുക്ക് പുറത്തു കടക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, ആ സ്വാതന്ത്ര്യം തരുന്ന ബോധം പ്രപഞ്ചത്തിൻ്റെ ചലനത്തിൽ നിന്നും സ്വതന്ത്രമാണ്. അതിന് പ്രപഞ്ച ചലനത്തെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ, ഇവിടെ വെറും കോസ്മിക് എനർജി മാത്രമല്ല, ഇവിടെ ഒരു കോൺഷ്യസ് എനർജി ഉണ്ട്. ഭഗവാൻ അതാ പറയുന്നത്, ഞാനാകുന്ന കോൺഷ്യസ് എനർജിയിലാണ്, ഞാനാകുന്ന ആ ബോധ ഊർജത്തിലാണ് ഈ പ്രപഞ്ചമാകുന്ന ചലനങ്ങളും താളവും വികാസവും സങ്കോചവും ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ വലിയൊരു പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ദൈവീകമായ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിലെ നിരീക്ഷകനെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഋഷിവര്യന്മാരൊക്കെ പറഞ്ഞത് എങ്ങോട്ട് നോക്കാൻ? ഉള്ളിലേക്ക് നോക്കാൻ. ഭഗവാൻ അതാ പറഞ്ഞത്, ജ്ഞാനക്കണ്ണുകൊണ്ട് നിങ്ങൾ എന്നെ കാണൂ. പശ്യന്തി ജ്ഞാനചക്ഷുഷ എന്നാ പറഞ്ഞത്. ഏത് കണ്ണുകൊണ്ട്? മാംസക്കണ്ണുകൊണ്ടല്ല എന്നെ കാണേണ്ടത്. എഴുത്തച്ഛനൊക്കെ എത്ര വരികളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്, കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃതിസ്ഫുരിക്കും നാദഹരി നാരായണായ. പൂന്താനവും അതന്നെ അവസാനം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അവസാനം ഈ ജീവൻ ബ്രഹ്മത്തെ പ്രാപിച്ചിടും എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇത്തിരി ഒരു ബോധത്തിലൊക്കെ വായിക്കാൻ സാധിച്ചാൽ, കണ്ടതൊന്നുമേ സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ കാണിച്ചു തരുന്നൊരു കൃഷ്ണൻ ഗുരുവായൂരപ്പനുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്നുണ്ട്. ഈ ബോധമൊക്കെ ഉള്ളിൽ വരണമെങ്കിൽ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റൊക്കെ കണ്ണടച്ചൊക്കെ ഒന്ന് ജപിക്കാൻ പഠിച്ചാലേ ഉള്ളിലുള്ള ആ ഒരു വൈഭവത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രമണ മഹർഷിയെപ്പോലുള്ള മഹാന്മാര് പറഞ്ഞതാണ്, ആത്മദർശനമാണ് കൃഷ്ണദർശനം. മറക്കരുത്, ആത്മദർശനമാണ്. കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ എവിടെ കാണണം? എവിടെ കാണണം? ആത്മദർശനത്തിലൂടെ ആരെ കാണണം? കൃഷ്ണനെ കാണാം. മറ്റത് വെറും ബിംബദർശനമാണ്. ആത്മദർശനം ഇത് തന്നെയാണ് ഋഷിവര്യന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തായാലും കഠോപനിഷത്തായാലും മുണ്ടകോപനിഷത്തായാലും എല്ലാ ഉപനിഷത്തിലും, എന്തിനേറെ അയ്യപ്പസ്വാമി അവിടെ എഴുതി വച്ചിരിക്കുന്ന മന്ത്രം ഉണ്ടല്ലോ, അതേതാണ്? ചാന്തോഗ്യോപനിഷത്തില് അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുന്ന ശ്വേതകേതുവിന് ഉദാലകൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ്
തത്വമസി ചേതകേതു എന്നുള്ളത്. ഇത് ചാന്തോക്യോപനിഷത്തിൽ വരുന്ന മന്ത്രമാണ്. അവിടെയും പറഞ്ഞു കൊടുക്കുന്നത് ലുക്ക് വിത്ത് എന്നാണ്. നിന്റെ ഉള്ളിൽ തന്നെയാണ് ആ പരമ വൈഭവം ഇരിക്കുന്നത് എന്നാണ്. എങ്ങോട്ട് നോക്കണം? എങ്ങോട്ട് നോക്കണം? സയൻസിന് പറയാൻ പോകുന്നത് എന്താ അറിയോ? പ്രപഞ്ച സത്യം കാണാൻ ഉള്ളിലേക്ക് നോക്കൂ. കാരണം നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണമില്ല. സോ ഡിസ്കവർ യുവർ ഓൺ ഒബ്സർവർ ആൻഡ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ഓഫ് ദ വേൾഡ് എന്നാണ്. ഇത് കൃഷ്ണൻ ഗീതയില് 10-ാമത്തെ അധ്യായത്തിൽ 9-ാം ശ്ലോകത്തിൽ പറയുകയാണ്. ഇതൊക്കെയാണ് നാളെ ലോകം വിളിച്ചു പറയാൻ പോകുന്ന മന്ത്രങ്ങൾ. സയൻസിന്റെ മന്ത്രങ്ങൾ ഇതൊക്കെയാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാന്യേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. ഭഗവത്ഗീത 10:9. ഹേ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈശ്വരൻ എന്ന് പറയുന്നതുണ്ടല്ലോ, ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ ഇതിനൊരു നിയമം പകർന്ന് നിയന്ത്രണം വെച്ച് നിർദ്ദേശം വെച്ചുകൊണ്ട് പ്രപഞ്ചം ചലിക്കുന്നു, അത് വികസിക്കുന്നു. അത് അനസ്യൂതം അങ്ങനെ തിരമാലകൾ വന്നു പോകുന്ന പോലെ നമ്മളിങ്ങനെ എത്രയോ സെല്ലുകൾ ജനിച്ചു, എത്രയോ സെല്ലുകൾ മരിച്ചു. ബാല്യം വന്നു, ബാല്യം പോയി, കൗമാരം വന്നു. നിങ്ങൾ ഒരു തരത്തിലും പരിഭ്രമിക്കേണ്ട. ഈ ശരീരം വീണാലും മറ്റൊരു ശരീരത്തിലേക്ക് ഉണരുന്ന മനസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ പിന്നെ എന്ത് മരണഭയമാണ് നിങ്ങൾക്കുള്ളത്? ഈ ശരീരത്തിൽ നിന്നും മാറി മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്ന ഒരു മനസ്സിനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മരണഭയമുണ്ടോ? അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ശരീരത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു മനസ്സിനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പേടിയും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും. ഇതിൽ നിന്ന് വ്യതിരിക്തമായി രാവിലെ ഉണരുകയും രാത്രി വേർപെടുകയും ഒരു ശരീരം വിട്ടുകൊണ്ട് മറ്റൊരു ശരീരത്തിലേക്ക് പറക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെ പറക്കുന്ന ഒരു മനസ്സിനെ കാണാൻ സാധിക്കുക. അതൊന്നും എന്തൊരു അത്ഭുതമാണ്! ഇങ്ങനൊരു സത്യം എവിടെയുണ്ട്? 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 പുറത്തേക്കല്ല നോക്കേണ്ടത്. അകക്കണ്ണ് തുറന്നിടാൻ ആശാൻ ബാല്യത്തിലെത്തണം, ഉള്ളിലേക്ക് നോക്കണം. രമണ മഹർഷിയായാലും നാരായണ ഗുരുദേവൻ അതാ പറയാ, ഈ ഒരു സുഖം അനുഭവിച്ചാൽ ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരയുടെ പൽനുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ടരനൊടി നിമിഷം പോലെ തോന്നും. തൻ്റെ ആത്മോപദ ശതകം എന്ന കൃതിയിൽ നാരായണ ഗുരുദേവൻ എഴുതി വച്ചിരിക്കുന്ന വരികളാണ്. ഈ ഒരു സുഖവും രസവും അനുഭവിക്കാൻ തുടങ്ങിയാൽ സമയം കടന്നു പോകുന്നത് പോലും അറിയില്ല. അങ്ങനെ കടന്നു പോകും. അത്ര ഒരു ആനന്ദമാണ്, രസമാണ്, സന്തോഷമാണ്. ജീവിതം ഒരു ഉത്സവമാക്കണ്ടേ? വേണോ വേണ്ടയോ? അതിന് കുറച്ച് പണിയെടുക്കണം. കുറച്ച് വർക്ക്ഷോപ്പിൽ പണിയുണ്ട്. എന്താണ് വർക്ക്ഷോപ്പിൽ പണി? ഇത് തുരുമ്പിച്ചു പോയി മനസ്സ്. ആ തുരുമ്പൊക്കെ ഒന്ന് മാറ്റി അതിനൊന്ന് നട്ടും ബോൾട്ട്. ചില ഈ നിങ്ങളുടെ വീട്ടിൽ ഈ ചില മെഷീൻ്റെ ഒക്കെ ഈ പ്രത്യേകിച്ച് മോട്ടറിൻ്റെ ഒക്കെ ഈ നട്ടും ബോൾട്ടും തുരുമ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് അഴിച്ചെടുക്കാൻ ഇത്തിരി പറയൂ. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മനസ്സിനെ ഇങ്ങോട്ട് വേർപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്ര അത് തുരുമ്പിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് ഓയിലൊക്കെ ഇട്ട് ഇതും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വെളിച്ചെണ്ണ എടുത്ത് കഴിക്കരുതേ. ഇതങ്ങനെ വെളിച്ചെണ്ണ കഴിച്ചാൽ പോകുന്ന കാര്യമല്ല അത്. മനസ്സിലായില്ലേ? ഞാൻ ഇത് പറയുന്നത് വളരെ സൂക്ഷിച്ചിട്ടാണ്. എനിക്ക് വലിയൊരു അബദ്ധം പണ്ട് പറ്റി. ഞാൻ ചെന്നൈയിൽ അണ്ണാനഗറിൽ സപ്താഹം നടത്തണം. എനിക്ക് ത്രോട്ട് വളരെ മോശം. കണ്ടിന്യൂസ് ആയിട്ട് സപ്താഹം. ഞാനിവിടെ അതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്കിപ്പോൾ 4ാമത്തെ നോൺ സ്റ്റോപ്പ് പ്രോഗ്രാമാണ് സപ്താഹം. ഒരു സപ്താഹം കഴിഞ്ഞാൽ വേറൊന്ന് അങ്ങനെ വരികയാണ്. അപ്പോൾ തൊണ്ടയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നോൺ സ്റ്റോപ്പ് പറയില്ലേ. അപ്പോൾ അവിടെ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ആ സംഘാടകരോട് പറഞ്ഞു, എനിക്കിത്തിരി എന്തെങ്കിലും തൊണ്ടയ്ക്ക് പറ്റിയ ഒരു അരിഷ്ടം സംഘടിപ്പിക്കാനാണ്. അപ്പം അരിഷ്ടം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഇത്തിരി ദശമൂല അരിഷ്ടവും അതുപോലെ ഈ തൊണ്ടയ്ക്ക് പറ്റുന്ന ഒരു അരിഷ്ടമുണ്ട്, അതിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന് കടുത്ര കഷായം എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു കൂട്ട്. ഞാൻ രാവിലെ തന്നെ ഈ സപ്താഹത്തിന് അവിടെ വന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാ, അരിഷ്ടക്കുപ്പി എൻ്റെ തൊട്ടടുത്ത്.
അവിടെ ഞാൻ ആ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് അരിഷ്ടക്കുപ്പി കണ്ടു. അപ്പം മുന്നിൽ ഇതുപോലെ വലിയ സ്റ്റേജാണ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ വിഷ്ണു സഹസ്രനാമമൊക്കെ കഴിഞ്ഞ്, വിഷ്ണു സഹസ്രനാമത്തിന് മുമ്പാണോ അറിയില്ല, ഇതൊരൊറ്റ കവിളൊരടിയാണ്. വായിലിറക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതെന്തോ പിണ്ടതയിൽ അണ്ടതയിൽ എന്തൊരു സാധനമാണത്. ഇതിനരിഷ്ടമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഒന്നും ആലോചിച്ചില്ല, മുറുക്കി പിടിച്ചു എൻ്റെ മനസ്സിനെ. വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞത് മീറ്ററെല്ലാം ഇളകിപ്പോയി. കാരണം അരിഷ്ടല്ല, ഉള്ളിൽ ചെന്നത് മറ്റേ ഓയിലാണ്. പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് സപ്താഹം കേൾക്കാൻ വന്ന അമ്മ ഏതൊരു പിണ്ടതൈലം വാങ്ങിച്ചു കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇത് അവർക്കുള്ള സാധനമാണ്, എനിക്കും ഇത് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. അപ്പം ഈ സാധനം കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സിൻ്റെ തുരുമ്പ് പോവില്ല, പക്ഷെ വയറിൻ്റെ തുരുമ്പ് പോകുന്നുള്ളത്. എല്ലാ പിടുത്തവും വിട്ടു. അന്ന് എങ്ങനെയൊക്കെയാ വീണ്ടും അടുത്ത സെഷനിൽ കയറണ്ടേ, വയറ് സമ്മതിക്കണ്ടേ ഇതിന്? കാരണം ഓയിൽ അത്ര അകത്തേക്ക്, 2 കവിള് ഓയിലാണ് അകത്തേക്ക് നിന്നിരിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണം പറയുമ്പം ഓർമ്മപ്പെടുത്തിയിട്ട് വേണം കൊടുക്കല്. അല്ലെങ്കിൽ വല്ലവരും ഇത്തിരി അബദ്ധം ചെയ്ത് ഓയിലൊക്കെ കഴിച്ച് നാളെ ആശുപത്രി സ്വാമി പറഞ്ഞു തുരുമ്പിടിച്ചിരിക്കുകയാണ് മനസ്സ്, അതിനിത്തിരി ഓയിൽ കൊടുത്താലേ അതൊക്കെ ഒന്ന് തുരുമ്പ് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ, ഉദാഹരണങ്ങൾ ഉപമകളൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, മനസ്സിൻ്റെ തുരുമ്പ് പോവാനുള്ള ഒരേ ഒരു ഓയിൽ ഏതേ ഉള്ളൂ, നാമജപം മാത്രമേ ഉള്ളൂ. നിൽക്കട്ടെ. അപ്പം ഉള്ളിലൊരു അനന്ത ശക്തിയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരുണ്ട്? അഹമേവ അഗ്രേ ആസീത്. ആരുണ്ട്? ഭഗവാനുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എല്ലാവരും എൻ്റെ അംശങ്ങളാണ്. മമൈവ അംശോ, 15-ാം അധ്യായം 7-ാം ശ്ലോകം ഗീതയാണ്. മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അർജുന, ഇവിടെയുള്ള എല്ലാവരും എൻ്റെ അംശങ്ങളാണ്. ഈ അംശങ്ങളെയാണ് സ്ത്രീകൾ എന്ന് പറയാം. ഭാരതത്തിലെ ഈ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്ന ഫിലോസഫിക്കലി അർത്ഥവ്യത്യാസമുണ്ട്. പണ്ട് ഭാരതത്തിലെ ഒരു വലിയ മഹതിയായിരുന്നു മീരാബായി. മീരാബായി എന്ന് പറയുന്നതൊക്കെ കഥ നിങ്ങൾ കേട്ട് കാണും. രാജസ്ഥാനിലാണ് അവർ ജനിച്ചത്, മേഹാർ രാജവംശം. അപ്പം അങ്ങനെ മേഹാർ രാജവംശത്തിൻ്റെ നിങ്ങൾ കേട്ട് കാണല്ലോ. നമ്മുടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരനായി അക്ബറോട്, സ്വാതന്ത്ര്യ സമരമല്ല, അതിനു മുമ്പ് തന്നെ അക്ബറോട് നേരിട്ട ധീരനായിരുന്നു റാണ പ്രതാപ് സിംഗ്. ആ വംശത്തിൽപ്പെട്ട ആളായിരുന്നു ആര്? മീരാബായി. മീരാബായിയുടെ ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചുപോയി, അവര് വിധവയായി. അപ്പം മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ ക്ഷത്രിയ കുടുംബങ്ങളില് അന്നത്തെ കാലത്ത് മുഗളന്മാര് വലിയ ക്രൂരത കാണിച്ചിരുന്നു. നമ്മുടെ ക്ഷത്രിയ സ്ത്രീകളെ അവര് പിടിച്ചുകൊണ്ടുപോകും. ആണുങ്ങളെ കൊല്ലും, സ്ത്രീകളെ അവർ ഉപദ്രവിക്കില്ല. കാരണം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനുള്ള അവരുടെ അടിമത്വത്തിൻ്റെ ആളുകളായിരുന്നു ഇവിടുത്തെ സ്ത്രീകൾ. ഈ ക്രൂരതയ്ക്കെതിരെ അന്നത്തെ ഭാരത സ്ത്രീകൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി കണ്ട വഴിയായിരുന്നു സതി അനുഷ്ഠാനം. ഈ കാര്യം നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല ചരിത്രത്തിൽ, എന്തുകൊണ്ട് സതി വന്നു എന്ന്. ഇത് പിന്നീട് രാജാറാം മോഹൻ റായ് എല്ലാവരും കൂടി ചേർന്ന് സതി അബോലിഷൻ ഉണ്ടാക്കി എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ അനാചാരം കൊണ്ടു നടന്നതിനെ മാറ്റിയെടുത്തു എന്നാണ്. പക്ഷേ അനാചാരം എങ്ങനെ ഹിന്ദുക്കളിൽ വന്നു എന്നതിൻ്റെ കാരണം ആരും പഠിപ്പിക്കാറില്ല. അതിൻ്റെ പിന്നിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ, അതെന്താ പഠിപ്പിക്കുക വെച്ചാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരം അതായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭാരതത്തിൻ്റെ തനി സംസ്കാരം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എന്താ ഈ കേരളം ഇനി നേരെയാവോ എനിക്കറിയില്ല. 40 കോടി ഇന്നത്തെ കണക്കനുസരിച്ച് 25-ാം തീയതി 6-ാം തീയതി ശിവരാത്രിയാണ്, 26-ന് ശിവരാത്രിയാണ്. 26-ാം തീയതി ആകുമ്പോഴേക്കും 50 കോടി ജനങ്ങൾ കുംഭമേളയിൽ കുളിക്കുമെന്നാണ് കണക്ക്. കേരളത്തിന് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു കാര്യം? വല്ലാത്തൊരത്ഭുതം.
50 കോടി ജനങ്ങൾ കുളിക്കുന്നു. ഒരു 5000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5 ലക്ഷം കോടിയിലേക്ക് ഒരു നാട് മാറുകയാണ്. ഇതൊരു പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ കുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കുന്നത് രാഷ്ട്രീയമല്ല. കുംഭമേള കൊണ്ട് 2 കാര്യങ്ങളാണ് സാധിച്ചത്. ഒന്ന്, ഹിന്ദുവിൻ്റെ ആ ഒരു എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു അഭിമാനത്തെ അല്ലെങ്കിൽ അറിവിനെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരുടെയും സംഗമത്തിൻ്റെ സ്നാനത്തിൻ്റെ കുംഭമേള. വേറൊരു വശത്ത് ഉത്തർപ്രദേശിലുള്ള 21 കോടി ജനങ്ങളുടെ കുംഭ നിറയ്ക്കുന്ന കുംഭമേള. കാരണം ഇത്രയും ഒരു സമ്പത്ത് ആ രാജ്യത്തിന് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ വേണ്ടി പൂർവികർ കണ്ടെത്തിയ ഒരു വലിയ വരുമാനവും കൂടിയാണത്. 2 കൊണ്ടും കുംഭമേളയാണത്.